ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇരുമ്പൻ പുളി കൊണ്ട് നമുക്ക് എങ്ങനെ അച്ചാറിടാൻ നോക്കാം. ഇതെൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇരുമ്പൻ പുളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പൻ പുളി എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കുക. കനം കുറച്ചാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇരുമ്പൻ പുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഈ ഓവറായിട്ടുള്ള ഒരു പുളിയും കട്ടിപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമുള്ളവർ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നമ്മളിത് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മളൊരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 3-4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് വിനീഗറാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വിനീഗർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആ സമയം കൊണ്ട് നമുക്ക് ഉലുവയും കടുകും കൂടിയിട്ട് വറുത്തെടുക്കുക. ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. നമുക്ക് എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തത് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇരുമ്പൻ പുളിയുടെ കൂട്ടാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളെല്ലാ പൊടികളും ഇരുമ്പൻ പുളിയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അധികം പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിൽ കുറച്ച് ഓയിൽ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടാവും. കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ചതാണ്. നമ്മൾ അച്ചാറൊക്കെ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചിട്ടില്ലേ, വറുത്ത് പൊടിച്ച ഉലുവയും കടുകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് കൂടുതൽ സമയത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുമ്പൻ പുളി ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചേർത്ത കാരണം നമുക്കിവിടെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇരുമ്പൻ പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Thank you for watching.